എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മലബന്ധത്തിനെ കുറിച്ച് നോക്കാം. ഇന്ന് ഒട്ടുമിക്ക ആളും നേരിടുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു മുതൽ മലദ്വാരം വരെയുള്ള ഏത് അവയവത്തിനായിക്കോട്ടെ നിങ്ങൾ കഴിക്കുന്ന മെഡിസിനാണ് മലബന്ധത്തിന് കാരണമാകുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടായ മാനസിക നിരാശ, ദേഷ്യം, കുറ്റബോധം ഇങ്ങനത്തെയൊക്കെ വികാരങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അതും മലബന്ധത്തിന് കാരണമാകുന്നുണ്ട്. മൂന്നാമത്തെ കാരണം കഴിക്കുന്ന ഭക്ഷണമാണ്. തവിട് അടങ്ങാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതും മലബന്ധത്തിന് കാരണമാകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 80% ആൽക്കലൈനും 20% അസിഡിക്കുമാണ് നമ്മുടെ ബോഡി. ഈ ആൽക്കലൈൻ നിലനിർത്തണമെങ്കിൽ വേവിച്ച ആഹാരം പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എത്രത്തോളം വേവിച്ച ആഹാരം കഴിക്കുന്ന അത്രത്തോളം നമ്മുടെ ആസിഡ് അവസ്ഥ കൂടും, 20% കൂടും. അപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിൽ അടിഞ്ഞു കൂടുകയെന്ന് സാധാരണ ചെയ്യുക. ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറത്തു പോകണമെങ്കിൽ ആൽക്കലൈൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം. അവ എന്ത് ചെയ്യും, ശരീരം പുറന്തള്ളിക്കൊള്ളും സ്വാഭാവികമായിട്ട്. പിന്നെ മലബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ മരുന്ന് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ട് പുറന്തള്ളുന്ന ആ പ്രക്രിയ നിൽക്കും. അതുപോലെ തന്നെ കഫത്തിൻ്റെ രൂപത്തിൽ പുറന്തള്ളാൻ സഹായിക്കുന്ന ദ്രവങ്ങൾ വറ്റിപ്പോയാലും മലബന്ധം ഉണ്ടാകുന്നുണ്ട്. പല മെഡിസിൻ്റെയും അല്ലെങ്കിൽ മലം കൂടുതൽ കെട്ടിക്കിടക്കുന്നതും ഈ ഒരു സ്വാഭാവിക പ്രവർത്തനം പുറന്തള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൈൽസ്, ഫിസ്റ്റുല ഇങ്ങനത്തെ എല്ലാം ഉണ്ടാകുന്നത് ഈ ഒരു മലം കെട്ടിക്കൊടുക്കുന്നത് കൊണ്ടാണ്. ചിലപ്പം മഞ്ഞ നിറമാണ് ശരിയായ മലം എന്ന് പറയുന്നത്. പക്ഷേ അത് കളർ മാറിയിട്ട് അതിൻ്റെ കൂടെ ബ്ലഡും ഒക്കെ പോകുന്ന രീതിയിൽ മലബന്ധം മാത്രമല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും പൈൽസ്, ഫിസ്റ്റുല പോലത്തെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. ഇത് ശരിക്ക് വയറ്റിൽ നിന്ന് പോയാൽ മാത്രമേ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയുന്നുള്ളൂ. അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം ചവച്ചരച്ചുകൊണ്ട് ഭക്ഷിക്കുക. അത് വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. അതിൽ ഫ്രൂട്ട്സും സലാഡ്സും കൂടുതൽ ഉൾപ്പെടുത്തുക. വേവിച്ച ഭക്ഷണം വളരെ കുറക്കുക. ഫൈബർ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മലബന്ധമുള്ളവർ മരുന്നൊക്കെ ഒഴിവാക്കി അക്യുപഞ്ചർ ചികിത്സ തേടുകയാണെങ്കിൽ അവർക്ക് എല്ലാ മരുന്നും നിർത്തിയിട്ട് സ്വാഭാവികമായിട്ട് ശോധന ഉണ്ടാകുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്ട്രെസ്, ആങ്സൈറ്റി ഇങ്ങനത്തെ കുറ്റബോധം എന്നിവ റിലീസ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്കുണ്ടോ അതൊക്കെ ഉപയോഗിച്ച് ശരീരത്തിൽ വരുന്ന സ്ട്രെസ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുകയാണ് ഏറ്റവും നല്ല കാര്യം. നമ്മൾ ചില ഇതിൽ ആയുർവേദത്തിലുള്ള ആവണക്കെണ്ണയെല്ലാം കുടിച്ചിട്ട് മലശോധന വരുത്തുന്നത്. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് സ്വാഭാവികമായിട്ട് പുറന്തള്ളുന്ന പ്രക്രിയ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ശരീരത്തിന് ആ ഒരു ടെൻഡൻസിക്ക് ഒരു ബലഹീനത വരുന്നത് കാണാം. അതുകൊണ്ട് തന്നെ കൂടുതൽ മെഡിസിൻ കഴിക്കാതെ നമ്മുടെ ശരീരത്തിന് തന്നെയുള്ള ആ ഒരു ശരീരത്തിന് തന്നെയുള്ള പ്രവർത്തനത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ മദ്യപാനം, പുകവലി, ചായ, കാപ്പി പോലെയുള്ള അമിതമായിട്ടുള്ള ഉപയോഗം എന്ത് ചെയ്യുക, അതിൻ്റെ എല്ലാം കുറച്ചാൽ തന്നെ ഒരുപാട് മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ള മാറുന്നത് കാണാം. അതുപോലെ തലേന്ന് ഇന്ന് ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ വളരെ വിശപ്പ് കുറവായിരിക്കും. അപ്പോഴും നമ്മൾ നേരം നോക്കി രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മലബന്ധത്തിന് കാരണമാകും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ശരിക്കും അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് നോക്കിയാൽ ഈ മലബന്ധം ഒരു പ്രോബ്ലമായിട്ട് ഉണ്ടാവില്ല. അത് സ്വാഭാവികമായിട്ട് മാറുന്നത് കാണാം. വെള്ളം വളരെ ദാഹിക്കുമ്പോൾ മാത്രം കുടിക്കുക. ഈ ഫുഡിൻ്റെ ഐറ്റംസിൻ്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക. പച്ചവെള്ളം തന്നെ ദാഹിക്കുമ്പോൾ കുടിക്കുക. അതുപോലെ തന്നെ ഉറക്കം 9 മണിക്ക് ഉറങ്ങുക. 9 മണി ടു 10 മണിക്കുള്ളിൽ ഉറങ്ങാൻ ശ്രമിച്ചാൽ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനം നിലനിൽക്കും. വിശന്ന് മാത്രം ഭക്ഷണം കഴിച്ചാൽ പോലും മലബന്ധം മാറിപ്പോകുന്നത് കാണാം. പിറ്റേന്ന് വയറ്റിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ അന്ന് വിശപ്പ് ഉണ്ടാവില്ല. അപ്പം അന്ന് കഴിക്കാണ്ട് നിന്നാൽ അല്ലെങ്കിൽ അന്ന് വെജിറ്റബിൾ പോലെയുള്ളത് മാത്രം കൊടുത്ത് ശരീരത്തിനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് ആ മലബന്ധം മാറിപ്പോകുന്നത് കാണാം. ശരീരം വേസ്റ്റ് പുറന്തള്ളുന്നതാണ്. അതിന് അങ്ങനെ അതിൻ്റെ കളറോ ഇതോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു അക്യുപഞ്ചറിസ്റ്റിനെ കാണിച്ച് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു മരുന്നും കുടിക്കാണ്ട് സ്വാഭാവികമായിട്ട് ശരീരം മലം പുറന്തള്ളുന്നത് കാണാം. ഓക്കെ, താങ്ക് യു.